ഗായ്സ് വെൽക്കം ബാക്ക് ടു AK വ്ലോഗ് ചാനലിലേക്ക്. ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്നും പുറത്ത് ചെറിയൊരു ട്രിപ്പിന് വേണ്ടി പോവുക. അപ്പം കമോൺ ലെറ്റ്സ് ഗോ എൻജോയ്. നമ്മളെ ഇപ്പോഴത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഹോസ്റ്റലിന് തൊട്ട മണ്ടയിലുള്ള ആമപ്പാറ എന്ന സ്ഥലത്താണ്. അവിടെ കിടിലം നല്ല സ്പോട്ടും നമുക്ക് വൈബ് പിടിക്കാൻ പറ്റിയ സ്പോട്ടും നല്ല വ്യൂ പോയിന്റും ഉള്ളൊരു സ്പോട്ടാണത്. അപ്പം കമോൺ. ഹോസ്റ്റൽ റൂമിൽ നിന്ന് ഒരു 7 പേരാണ് ഇറങ്ങിയിട്ടുള്ളത്. ഞാനുണ്ട്, ഷാർക്ക് എഡിറ്റ്സ് ഉണ്ട്, ബാക്കി ജോയൻ, തൊട്ട് സൈഡിൽ അക്ഷയ്, പിന്നെ ഫ്രണ്ടിൽ നമ്മുടെ ഷാൻ. അപ്പോൾ നമ്മളെ 7 പേരുണ്ട്. ബാക്കി 2 പേര് മുമ്പേ നടന്നിട്ടുണ്ട്. അവരെ നമുക്ക് മണ്ടേ പിന്നെ പിടിക്കണം. അപ്പോൾ നമുക്കിപ്പം ആ കാണുന്ന പാറയിലോട്ടാണ് പോകേണ്ടത്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ആമപ്പാറ ഉള്ളത്. കണ്ടോ, ആ കാണുന്ന പാറ അവിടെയാണ് കേട്ടോ. നടന്നൊരു വഴി എത്തിയപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ എന്തോ വഴിയുടെ പണി നടക്കുക. എന്താണെന്നും മനസ്സിലായിട്ടില്ല. എന്തോ പണി കാരണം കുറച്ച് ടാസ്ക് എടുത്ത് ചാടി ഓടിപ്പോകേണ്ട അവസ്ഥ. കുഴപ്പമില്ല, എല്ലാം ഒരു അഡ്വഞ്ചർ പോലെ. ഈ പാറ കണ്ടോ, ഈ പാറയിൽ ഈ കാണുന്ന വെള്ളം കണ്ടോ, ഈ വെള്ളമാണ് ശരിക്കും പറഞ്ഞാൽ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്ന്. ഇത് പാറയ്ക്കകത്ത് തുളയിട്ടിട്ട് ഇതെടുത്ത് ഒഴിച്ചു കൊടുക്കും. അപ്പം കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് പൊട്ടും. എന്തല്ലേ ടെക്നിക്കൊക്കെ. ഗൈസ്, നമ്മളിപ്പോൾ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. തീർന്നിട്ടില്ല, അങ്ങനെ കയറാൻ തുടങ്ങിയത്. ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല. കൂടെ വന്നവരൊക്കെ അങ്ങൊക്കെ പോയിട്ടുണ്ട്. കൂടെ വന്ന വേറെ 2 ആൾക്കാർ അങ്ങ് മുമ്പേ ഇപ്പം ആമപ്പാറത്തിൽ കാണും. ഇനി അവരോട് പിടിക്കണം. അല്ലല്ല, അവർ പോയിട്ടില്ല. അവിടെ ആ മൂലയ്ക്ക് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അവരെയും കണ്ടുമുട്ടി. ഇനിയിപ്പോൾ അവരോടൊപ്പം ബാക്കി കയറ്റാൻ കയറണം. ലാസ്റ്റ് കയറി ചിലപ്പോൾ എന്താണെന്ന് പറഞ്ഞൂടാ. എന്തായാലും എത്തി സ്പോട്ടും കണ്ട്, ബീച്ച് സ്പോട്ടും കണ്ട് എല്ലാം കാണിക്കുന്നതായിരിക്കും. പോയി കുറച്ചുകൂടെ വന്നപ്പോൾ ഇവിടെ ഫുള്ള് ഇടിഞ്ഞു പൊടിഞ്ഞ് നടക്കുക. കണ്ടോ, ഉരുൾപൊട്ടൽ. അതാണ് സംഭവം. ഈ വഴി കൂടെ എങ്ങനെയൊക്കെ എനിക്ക് കയറി പോകണം. പണ്ട് ജീപ്പൊക്കെ പോകണമായിരുന്നു. ഇപ്പം വഴിയുടെ അവസ്ഥ ഇതായിട്ട് ഇപ്പോൾ ഇവിടെ ജീപ്പ് പോകാറില്ല. കയറ്റും കയറി ഇപ്പം കുഴഞ്ഞോണ്ട് ഒരു മൂലയ്ക്കും ഇരുന്നു. ഇവിടെ ഇപ്പം എന്തായാലും ഇരിക്കുക. നടക്കാൻ വയ്യ, കുഴഞ്ഞു കാഴ്ച. ഇപ്പോൾ ഏതോ ഒരു നല്ലൊരു പൊക്കത്തിരിക്കുക. അവിടെ നിന്ന് നോക്കിയ അങ്ങനത്തെ ജോയിനൊക്കെ കുഴച്ചിട്ടുണ്ട് കാഴ്ച. ജോയിൻ മാത്രമല്ല, വന്നവരെല്ലാവരും കുഴച്ചിട്ടുണ്ട്. ഇവിടെ നോക്കി തന്നെ നല്ലൊരു വ്യൂ ഷോട്ട് നമുക്ക് കാണാം. അങ്ങ് കാണുന്ന കാറ്റടിപ്പാടവും എല്ലാം ഇവിടെ നിന്ന് നമുക്ക് മനോഹരമായിട്ട് കാണാം. പോകുന്ന വഴിക്ക് നമുക്കൊരു മുള്ളമ്പന്നിയുടെ മുള്ള കളഞ്ഞിട്ടുണ്ട്. നമ്മളെ ഷാനുവിന് കളഞ്ഞിട്ടതാണ്. സംശയബോധമായി നോക്കിയാണ് ഇത് മുള്ളമ്പന്നിയുടെ മുള്ള ഞങ്ങൾ തന്നെ ഉറപ്പിച്ച്. പോണ വഴിക്ക് ചെറിയൊരു ചെറുക്കൻ നമ്മളോട് ഭയങ്കരമായിട്ട് കമ്പനിയായിട്ടോ. അവൻ നല്ല കൈയൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ കാണാതെ പോയ 2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴിച്ചാണ് മൃദുൽ ഇതാ വരുന്നത് നമ്മുടെ സൂരജ് മാമൻ. എന്തായാലും വന്ന വഴിക്ക് നമ്മളൊരു സൈഡിലോട്ട് കയറണമെങ്കിൽ ഇവിടെ നല്ലൊരു സ്പോട്ടാണ് ഇരിക്കുന്നത്. പശുവിനെ കണ്ടോ? പശുവിന് കൊമ്പില്ലാത്ത പശു. എന്തായാലും വലുതായിട്ട് അടുത്തോട്ട് പോകണേ. പശുവിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇനി നമ്മൾ ഇടിച്ചാലോ. അപ്പോൾ എന്തായാലും നല്ലൊരു വ്യൂ സ്പോട്ടിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കിടന്ന് കാട്ടുമന്തിരി കിട്ടിയിട്ടുണ്ട്. കാട്ടുമന്തിരി കേട്ടോ. എന്നൊക്കെ ഇവർ പറയുന്നത്. എനിക്കിത് എന്താ സംഭവം എന്ന് അറിഞ്ഞുകൂടാ. ഇത് ഒരെണ്ണടുത്ത് കഴിച്ചു പോകാൻ പോവുക. അപ്പോൾ ഞാൻ ആ സാധനം എന്താ കഴിക്കാൻ പോവുക. എന്താണെന്ന് അറിഞ്ഞുകൂടാ. കഴിച്ചിട്ട് എന്തായാലും പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അടുത്ത വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ വിചാരിക്കുക ഞാൻ ഡെഡായി. ഇങ്ങോട്ട് ഓക്കെ, കഴിക്കാൻ പോവുക. എടാ വണ്ടി വരുന്നുണ്ട്. പുളിപ്പ് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, കുഴപ്പമില്ല. ചെറിയ മധുരം, പുളിപ്പ്. ഇഷ്ടം പോലെ ഉണ്ടോ? നീ കണ്ടാ ഇപ്പം നമ്മൾ തിരിച്ചിറങ്ങാം. ഇനിയിപ്പം അടുത്ത പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെ ദിവസം കാണാം.